Hello friends, welcome back to another brand new recipe of Chef's Recipes. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്പൈസി ആയിട്ടുള്ള സ്ക്വിഡ് റോസ്റ്റ് ആണ്. ഈ സ്ക്വിഡ് എന്നത് കണവ, കൂന്തൽ എന്നീ പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരുകളിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദെൻ നമുക്ക് സ്ക്വിഡ് റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്ക്വിഡിൻ്റെ പുറമേയുള്ള സ്കിൻ ഞാൻ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇൻസൈഡും നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വിഡിൻ്റെ ഹെഡ് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്തതിൽ നിന്നും 1/4 കിലോ കൂന്തൽ ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ക്വിഡിൻ്റെ ഹെഡും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ സ്ക്വിഡ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത സ്ക്വിഡ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് മസാലപ്പൊടികൾ ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, then 1 ടീസ്പൂൺ മല്ലിപ്പൊടി, then മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നെക്സ്റ്റ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, then ഗരം മസാല 1/4 ടീസ്പൂൺ, നെക്സ്റ്റ് ചില്ലി ഫ്ലേക്സ് 1/4 ടീസ്പൂൺ. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണൽ ആണ്. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സ്ക്വിഡ് പീസസിലേക്കും മസാലപ്പൊടികൾ നല്ലതുപോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്ക്വിഡ് പീസസ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 hour കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ മാരിനേറ്റ് ചെയ്ത മസാല പീസസ് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വയ്ക്കുക. ദെൻ സ്ക്വിഡ് റോസ്റ്റിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാള, ദെൻ 5 കഷ്ണം ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായ 2 പച്ചമുളക്, 1/2 മുറി തക്കാളി. ഇത്രയും ഐറ്റംസ് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാനിതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാല റെഡിയാക്കുന്നതിനായിട്ട് ഞാനിതുപോലെ ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. മൺചട്ടിയിൽ റെഡിയാക്കുന്ന ഏതൊരു ഡിഷും നല്ല ടേസ്റ്റി ആയിരിക്കും. മൺചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യുക. ദെൻ കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യുക. നെക്സ്റ്റ് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. ദെൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി സവാള മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സ് ആഡ് ചെയ്യുക. ചെറിയുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ക്വിഡ് മാരിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത സെയിം മസാലപ്പൊടികൾ തന്നെയാണ് ഞാൻ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഫസ്റ്റ് 1 ടീസ്പൂൺ മുളക് പൊടി, ദെൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുറച്ചുകൂടി സ്പൈസി ആവശ്യമാണെന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഗരം മസാല 1/4 ടീസ്പൂൺ. അപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കണവയുടെ പീസസ് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്വിഡ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
ഇത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഹാഫ് ഫ്രൈ ചെയ്താൽ മതിയാകും. ഇപ്പോൾ വൺ സൈഡ് കുക്കായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ സ്ക്വിഡെല്ലാം ഞാനിവിടെ ഹാഫ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഈ ഫ്രൈ ചെയ്ത സ്ക്വിഡ് പീസസ് നമുക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ സ്ക്വിഡ് പീസസ് എല്ലാം മസാലയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്ക്വിഡ് പീസസ് എല്ലാം മസാലയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗ്രേവി അത്യാവശ്യം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. സെമി ഗ്രേവി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ സ്പൈസി ആയിട്ടുള്ള സ്ക്വിഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്വിഡ് റോസ്റ്റ് ഏതിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പം, അതുപോലെ ഗീ റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. സ്ക്വിഡ് റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ സ്പൈസി ആയിട്ടുള്ള സ്ക്വിഡ് റോസ്റ്റ് ഞാനിന്ന് പൊറോട്ടയോടൊപ്പം ഡിന്നറായിട്ട് യൂസ് ചെയ്യുകയാണ്. പൊറോട്ടയുടെ കൂടെ ഈ സ്ക്വിഡ് റോസ്റ്റ് യമ്മി കോമ്പിനേഷനാണ്. സ്ക്വിഡ് റോസ്റ്റ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ സ്ക്വിഡ് റോസ്റ്റ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ സ്ക്വിഡ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ സ്പൈസി ആയിട്ടുള്ള സ്ക്വിഡ് റോസ്റ്റ് ലഞ്ചിനും ഡിന്നറിനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ സ്പൈസി ആയിട്ടുള്ള ഈ സ്ക്വിഡ് റോസ്റ്റ് വെരി ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസ് കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.